ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പാക്കിംഗ് എല്ലാം ചെയ്ത് പള്ളിയിൽ തന്നെയാണ്. അപ്പോൾ പള്ളിയിൽ നിന്നിട്ട് വീഡിയോക്ക് ഇന്നലത്തെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഇന്നലെ ചായക്കട വെച്ച് പരിചയപ്പെട്ട 2 ബ്രോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ പുള്ളിക്കാരാണെങ്കിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ 2-3 ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ വഴിയിൽ നിന്നും അതുപോലെ തന്നെ പള്ളിയിൽ നിന്നൊക്കെ കുറേ ഫോട്ടോസ് എൻ്റെയും കുട്ടൂസിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രോനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. പിന്നെ വേറൊരു പുതിയൊരു ബ്രോയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ എന്തായാലും ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടാം. ബ്രോ നെയിം? വസന്ത് കുമാർ. ആ, VK ഫോട്ടോഗ്രാഫി. ഓക്കെ. അപ്പോൾ ഈ പുള്ളിക്ക് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, VK ഫോട്ടോഗ്രാഫി എന്നാണ് പേര്. പിന്നെ ബ്രോന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ബ്രോയുമാണ് ഇന്നലെ നമ്മളെ ചായക്കടയിൽ നിന്ന് പരിചയപ്പെട്ടിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോറൻസ് ബ്രോയും. അപ്പോൾ ബ്രോ നെയിം? തേജ. പിന്നെ പന്തു. അതിനോ? ഓ, മൗലി. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് വീഡിയോ ഷെൽട്ടറിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഏകദേശം വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോഴേക്കാണ് ഈ പുള്ളിക്കാരൻ വന്നിട്ട് നമ്മളോട് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കണം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയമെന്ന് പറഞ്ഞാൽ 8:30 ആയപ്പോഴേക്കും നമ്മളിപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെട്ട് നമ്മളെല്ലാ കുട്ടൂസനെയൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പള്ളിയിൽ നിന്ന് വിട പറയാൻ വേണ്ടി പോകണം. ഇവിടുന്ന് നമുക്കിനി നേരെ പോകാനുള്ളതെന്ന് പറഞ്ഞാൽ വിശാഖപട്ടണം റൂട്ടിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇപ്പം ഇന്നലെയൊക്കെ ആണെങ്കിൽ ഈ അക്ക നല്ല കമ്പനിയായിരുന്നു. അക്ക, ഓ, നെയിം? ചർച്ച് എടപ്പള്ളി ചർച്ച്. ആ, അപ്പോൾ ഇന്നലെ ഞാൻ ഈ ആൻറ്റിയായിട്ട് നല്ലോണം കമ്പനിയായിട്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ എടപ്പള്ളി പള്ളിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്നോട് അവിടെ ഇരിക്കുന്ന അക്കന്മാർക്കും കൂടി ഒന്ന് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി, നമ്മുടെ എടപ്പള്ളീൻ്റെ ആ വീഡിയോ. അപ്പോൾ എടപ്പള്ളിയൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നെയിം? അക്ക ദുർഗാദേവി. അപ്പോൾ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഓ, വീഡിയോ. അപ്പോൾ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങാം. നമ്മൾ ഇനിയിപ്പോൾ കുട്ടൂസനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഴ വന്നതിന് മുമ്പ് ഇവിടെ നിന്ന് കുറച്ച് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ വന്ന പിള്ളേർ നമ്മളെ വിളിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ, അല്ല കഴിക്കാൻ വേണ്ടി ഞങ്ങളൊപ്പം വരുമോയെന്നൊക്കെ ചോദിച്ചു. നമുക്കപ്പോൾ അവരുടെ പോയി പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു മാതാവിൻ്റെ രൂപം. അതുപോലെ തന്നെ മേളിലാണ് നമ്മൾ ഇന്നലെ കണ്ട പള്ളിയുമെല്ലാം. അപ്പോൾ നമ്മളിവിടെ പള്ളിയുടെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് വെച്ചിട്ട് ഇവിടെയുള്ള അക്കമാർക്കെല്ലാം കാണിച്ചു കൊടുത്തിട്ടിരിക്കണം. അപ്പോൾ ഇവരെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ കണ്ടോ, എടപ്പള്ളിയിലെ അവിടുത്തെ വീഡിയോയാണ്. അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ 12 മണിയൊക്കെ ആയിട്ടുണ്ട്. മഴയ്ക്ക് അങ്ങനെ വലിയ കുറവുകളൊന്നുമില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ടീ സ്നാക്സ് എന്ന് പറയുന്ന ഈ കടയിലാണ് ഞാൻ 2 ദിവസമായിട്ട് കമ്പനി അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെയുള്ള രമേശ് ബ്രോയും അതുപോലെ തന്നെ നമ്മുടെ ഗൗതം എന്ന് പറയുന്ന സെക്യൂരിറ്റി ഉണ്ടായിരുന്നല്ലോ, അവൻ രാത്രിയാണ് ഡ്യൂട്ടി തന്നിട്ട് ഇന്നലെ രാവിലെ മൊത്തം ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് രാവിലെ ഇന്നലത്തെ ഡ്യൂട്ടിയും കൂടെ എടുത്തിട്ട് രാവിലെ വീട്ടിലോട്ട് പോയി. നമുക്ക് എന്തായാലും രാവിലെ തന്നെ ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭായിയൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രമേശ് ബ്രോനോടൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. അപ്പോൾ അതേ കുട്ടൂസന് ഇവിടെ ഫുള്ള് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെയിൻകോട്ട് ഇടണം. റെയിൻകോട്ട് ഇട്ടിട്ടേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ആ ചായക്കട. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായയൊക്കെ തന്നിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ അക്കനാ നെയിം? മോനിക്ക. അപ്പോൾ ഇന്നലെ ഞാൻ ബാഗെല്ലാം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരുമിച്ച് കറങ്ങാൻ വേണ്ടി പോയത്. ആ സമയം നമ്മുടെ ബാഗെല്ലാം നോക്കിയിട്ടുണ്ടായത് അക്കനാണ്. പിന്നെ അക്കയുടെ പിള്ളേരാണ് ഇതും. പിന്നെ ഇവിടെ ഒരു ചെറിയ കൊച്ചും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടാ. ഹായ്, ബൈ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പോണേ കൊണ്ടിട്ട് അടുത്തൊരു ചായയും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചായയും കൂടി കുടിച്ചിട്ട് ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാം. അങ്ങനെ നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വഴിയാണ്. ഈ വഴി പോയിട്ട് നമ്മൾ ഹൈവേ തന്നെ കയറിയിട്ടായിരിക്കും പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വഴി ഇപ്പോൾ എല്ലായിടത്തും വെള്ളമൊക്കെ പൊങ്ങി പിന്നെ മരമൊക്കെ വീഴണം, അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ ഹൈവേ പോകണ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇന്നെന്തായാലും ഹൈവേ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം. കാരണം നമുക്ക് നാളെ ഒളിച്ചിട്ട് കാക്കിനാട് എത്താനുള്ളതാണ്. കാക്കിനാട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ എല്ലായിടത്തും അലർട്ടാണ് മഴയുടെ. എന്നാലും നമുക്ക് പരമാവധി എന്തായാലും പോയി നോക്കാം, മഞ്ഞടുത്ത് വെച്ചിട്ട് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മുടെ ഇനിയുള്ള യാത്രകൾ കുറച്ചും കൂടി അഡ്വഞ്ചറായിരിക്കും.
അങ്ങനെ നമ്മൾ ഷൂ ഇട്ട് ചവിട്ടി കാലൊക്കെ പൊട്ടിട്ട് 2 ദിവസം ഇവിടെ സ്ലിപ്പർ മേടിക്കാൻ വേണ്ടി കടയൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഒരു കട കണ്ടപ്പോഴേക്കും കയറിയാൽ ഇവിടെ പെട്ടെന്ന് നോക്കിയപ്പോൾ കൊട കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നി ഇവിടെ എന്തായാലും സ്ലിപ്പർ ഉണ്ടാവുന്നു. അങ്ങനെ കണ്ടിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരു സ്ലിപ്പർ എടുത്തിട്ടുണ്ട്. ഇതാണ് ക്രോക്സ് മോഡൽ. ഇതാകുമ്പോഴേക്കും നല്ലതായിരിക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ സ്ലിപ്പർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാലിങ്ങനെ താഴെ മുട്ടിക്കഴിഞ്ഞാൽ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എടുത്തത്. ഇതെന്തായാലും കൊള്ളാം. ഇതേ മോഡൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ മോഡലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിവിടെ നിന്ന് സ്ലിപ്പറൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവം കൊള്ളാം. കളറും വലിയ സീനൊന്നുമില്ല, അവർക്കായാലും അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഷൂവിനെ എന്തായാലും പാക്ക് ചെയ്തിട്ട് കുട്ടൂസൻ്റെ പുറകിൽ തന്നെ വെക്കണം. കുട്ടൂസൻ്റെ പുറകിൽ ഓൾറെഡി നനഞ്ഞ ഡ്രസ്സുകളെല്ലാം ഞാനിപ്പോൾ ഒരു കവറിനകത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ നമ്മുടെ ഷൂവും കൂടി ഇനി പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം യാത്ര തുടരാനായിട്ട്. അപ്പോൾ നമ്മൾ ഹൈവേ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ്. ഇതെന്ന് പറഞ്ഞാൽ പുഴയൊന്നും അല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ നെൽകൃഷിൻ്റെ പാടശേഖരമാണ്. അപ്പോൾ മൊത്തം വെള്ളമൊക്കെ പോയി പോവാതെ തിരിച്ച് ഹൈവേയിലോട്ട് വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹൈവേ മാത്രമേ ഉള്ളൂ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഉള്ള റോഡും. കാരണം ഹൈവേയിൽ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഈ ഉള്ളിലോട്ടുള്ള റോഡുകളെല്ലാം ഇതേപോലെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഓരോ മരങ്ങളൊക്കെ വീണിട്ടാണെങ്കിൽ കുറേ വഴികളെല്ലാം ബ്ലോക്കായി കിടക്കണം. അപ്പോൾ പിന്നെ കുഴികളൊന്നും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്നോട് അവിടുത്തെ വില്ലേജിൽ ആ പള്ളിയുടെ അവിടുത്തെ ഗൗരി പട്ടണത്തിലുള്ളവർ നമ്മളോട് പറഞ്ഞായിരുന്നു, നീ പരമാവധി നേരെ ഹൈവേ കയറിയിട്ട് പോകും, അതില്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും, ഒരു 2 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ദിവസങ്ങൾ വൈകും. നമുക്ക് പരമാവധി ഒക്ടോബർ കൊള്ളിച്ചിട്ട് നേപ്പാൾ എത്തിയാലേ മഞ്ഞ് വീഴ്ചയ്ക്ക് മുമ്പ് നേപ്പാൾ കയറി പറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ അതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നേപ്പാൾ എത്തിയിട്ട് പിന്നെ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ എന്തായാലും വരുന്നതായിരിക്കുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ബീച്ച് സൈഡിലും നല്ല ജാഗ്രതയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് എൻ്റെ ഫോണിൽ ഇതേപോലെ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു അലർട്ടിൻ്റെ മെസ്സേജുകൾ എല്ലാവർക്കും വന്നിട്ടുണ്ടാവുമല്ലോ, അതേപോലെ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷന് ട്രേസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഒരു ദിവസത്തിൽ 2 മെസ്സേജ് വെച്ചിട്ടൊക്കെ വന്നത്. ഇതേപോലെ പുറത്തോട്ട് ഇറങ്ങരുത്, പരമാവധി ഷെൽട്ടറിൽ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മിന്നലിലേക്കുള്ള ചാൻസ് കൂടുതലാണ്. പാടശേഖരം പോലെയുള്ള സ്ഥലങ്ങൾ, അതേപോലെ മൗണ്ട് മറ്റേ സൈഡിലൂടെ പോകുമ്പോൾ ചെറിയ മല പോലത്തെ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണതാണ്. ഇപ്പോൾ വലിയ സീനൊന്നുമില്ല, ചെറിയ മഴയൊക്കെ ഉള്ളൂ. എന്നാലും നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇട്ട് എല്ലാം പാക്കൊക്കെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാടശേഖരമൊക്കെ പുഴയിൽ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വലയൊക്കെ ആയിട്ട് ഇപ്പോൾ മീൻ പിടിച്ചിറങ്ങാൻ കുറേ കൃഷിയൊക്കെ നശിച്ചു കേട്ടോ. ഇങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ നെൽപ്പാടങ്ങൾ ഉണ്ടായതായിരുന്നു, അത് മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായി. അപ്പോൾ ആ ചേട്ടന് മീൻ പിടിക്കാൻ വേണ്ടി പോകണുണ്ട്. നമുക്ക് നോക്കാം എന്തെങ്കിലും മീനെ കിട്ടുമെന്നുള്ളത്. ആ ചേട്ടൻ അവിടെ വീഴ്ച നോക്കിയിട്ട് ഇപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോയി നോക്കാം. കാരണം ഇവിടെ നല്ലോണം മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് ഇതേപോലെ അടുത്ത മീൻ പിടുത്തക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എന്തായാലും വീഡിയോ എടുക്കാം. ഇന്നലെ ഇതേപോലെ തന്നെ നമ്മൾ ഡാമിൻ്റെ വഴിയൊക്കെ പോകാനൊക്കെ കുറേ പേര് ഡാമിനകത്ത് വലയിട്ടിട്ട് വലിയ വലിയ മീനുകളായിരുന്നു. അതായത് ഏകദേശം ഒരു 5 കിലോ 10 കിലോ ഒക്കെ ഉള്ള മീനുകളൊക്കെ ആയിരുന്നു പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ ചെറിയ മീനുകളായിരിക്കും. വയലിനകത്ത് വെള്ളം കയറിയപ്പോൾ കയറി വന്ന മീനുകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ ഒരു ഹൈവേ കോവൂർ ടോൾ പ്ലാസ എന്ന് പറഞ്ഞാൽ ടോൾ എത്തിയായിരുന്നു ഹൈവേയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നേരത്തെ ഇപ്പോൾ ഏകദേശം 1 മണി 2 മണിയൊക്കെ പറയുന്നത്. നമ്മൾ അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ചെറിയ പയ്യൻ ഇങ്ങനെ കോൺ വിൽക്കണപ്പോഴേക്കും നമ്മൾ ഇവിടെ കയറുക. അപ്പോൾ അവനും അവൻ്റെ അച്ഛനും കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പുഴുങ്ങിയിട്ട് അതിനകത്ത് കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ടിട്ട് തരും. അപ്പോൾ ഞാൻ എന്തായാലും അത് പറഞ്ഞ് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പ്രേം. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് എത്തിയ ഒരു പാലമാണിത്. ഇത് ഇന്നലെ നമ്മൾ ഒരു അമ്പലത്തിൽ പോയപ്പോഴേക്കും അവിടെ നിന്ന് ഒരു ദൂരമായിട്ടൊരു വലിയൊരു പാലം കണ്ടായിരുന്നില്ല. ആ പാലമാണ് ഇപ്പോൾ എത്തിയേക്കണത്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ട ആ റെയിൽവേ പാലം നമുക്ക് ആ ദൂരമായിട്ട് ഇങ്ങനെ ആർച്ച് പോലെ വന്നിട്ടാണ്. അതായത് മെയിനായിട്ട് രാജമഹേന്ദ്രവരം എന്ന് പറയുന്ന ടൗൺ ഏരിയയാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ പേരെന്ന് പറഞ്ഞാൽ രാജമന്ത്രി എന്നാണ്. ഇപ്പോൾ രാജമന്ത്രിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണ് അത് കാണുന്നത്. റെയിൽവേ ബ്രിഡ്ജാണ്. അത് നല്ല രസമുണ്ട് കാണാൻ, ഇങ്ങനെ ആർച്ചായിട്ട് നല്ലൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നതെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ളൊരു മന്ദിറിലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം പൊങ്ങിയിരിക്കണ കൊണ്ടിട്ട് ഈ പാലമൊന്നും അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ.
ഇപ്പോൾ വെള്ളം പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൊത്തമായിട്ട് ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അതേപോലെയാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റില്ല. ഈ വഴി ചവിട്ടി കഴിയുമ്പോൾ നല്ല കാറ്റ് വന്നിട്ട് കിടക്കും. അപ്പോൾ സൈക്കിൾ സ്ലിപ്പായി നമ്മളെങ്ങാനും താഴത്തോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അതോടെ തീരുമാനമാവും. നീന്താൻ അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല നീന്താനായിട്ട്. ഇവിടെ നല്ല ഒഴുക്കാണ്. ഇപ്പോൾ എന്തായാലും ഈ പാലം നല്ല അടിപൊളിയാണ്, നല്ല ദൂരമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പാലം കയറി തുടങ്ങിയിട്ടുള്ളൂ. ഇവിടുന്ന് ഇനിയിപ്പോൾ നടന്ന് നമ്മൾ അത്യാവശ്യം ഒരു കിലോമീറ്ററിന് മേളിൽ എന്തോന്നാലും ഉണ്ട് പാലം. അപ്പോൾ എന്തായാലും നടന്ന് തന്നെ പോവാം. സൈക്കിൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാറ്റടിച്ചാലേ സ്ലിപ്പാവും. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇത്ര ലഗേജ് ഉണ്ടല്ലോ. അപ്പോൾ കുട്ടൂസിനെ കൊണ്ട് നമുക്ക് പയ്യെ അങ്ങോട്ട് നടക്കാം. എന്തായാലും നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. റിവർ ശരിക്കും മഴ പെയ്തില്ലായിരുന്നു വെച്ചെങ്കിൽ ഇതിലും നല്ല രസമോ ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊക്കെ കാണാമായിരുന്നു. ഇതിപ്പോൾ എല്ലായിടത്തുനിന്നും വെള്ളം തുറന്നിട്ടേക്കണോണ്ട് മഴ വെള്ളം കൊണ്ടിട്ട് കലങ്ങിയിട്ടാണ് മൊത്തം വെള്ളം വന്നേക്കണത്. അങ്ങനെ ഞാനും കുട്ടൂസനും കൂടി അവിടെ നിന്ന് കയറിയിട്ട് ഇപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനെ നടന്നിട്ടാണ് ഇപ്പോൾ ഗോദാവരീൻ്റെ മേളിൽ കറക്റ്റ് സെൻറ്ററായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും പകുതിയും കൂടി അങ്ങോട്ട് പോയാലേ നമ്മൾ അറ്റം എത്തുള്ളൂ. എന്തായാലും നല്ല വലിപ്പമുണ്ട് കേട്ടോ ഗോദാവരി കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ട് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും റിവർ. ഇപ്പോൾ രണ്ട് സൈഡിലോട്ടായിട്ടാണ് പോണത്. ഇപ്പോൾ എന്തായാലും ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, വിശാലമായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഉന്തി നടന്ന് ഇവിടത്തോളം എത്തിയിട്ടുണ്ട് കുട്ടൂസനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുക്കുന്നപ്പോഴേക്ക് ഇവിടെയാണ് എൻഡിങ് എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ നിന്നത്. ഗോദാവരി റിവറിൻ്റെ ഇടയിൽ വന്നൊരു ഐലൻഡ് പോലത്തെ സ്ഥലമാണ്. ഇത് കഴിയുമ്പോഴേക്കും വീണ്ടും ഈ പാല് ഇതുവരെ തീർന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ കിടക്കണ്ട്. ഇനി ഇവിടുന്ന് ഇനി ഏകദേശം 1 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് അങ്ങോട്ടേക്ക്. ഇവിടെ വന്നപ്പോഴേക്കും കറക്റ്റായിട്ട് നമുക്ക് നേരെ അവിടെ റെയിൽവേ കാണാൻ വേണ്ടി സെൻറ്ററിലോട്ട് കുറച്ചൊരു ഭാഗം തന്നെയാണ് ഇവിടെയും വന്നിട്ട്. ഇവിടെ ഇങ്ങനെ ഗോദാവരി റിവർ അപ്പുറത്തൂടെയും പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 1 കിലോമീറ്ററിന് മേളിൽ സൈക്കിൾ ഉന്തി 1 കിലോമീറ്റർ മേളിലായിട്ടുണ്ട്. എന്തായാലും 1.5 കിലോമീറ്റർ മേളിൽ സൈക്കിൾ ഉന്തിയിട്ട് എത്തിയിട്ട് ഇപ്പോഴാണ് പകുതി എത്തിയേക്കണേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നീണ്ടു കിടക്കണ പാലം നമ്മൾ അറ്റം വരെ എത്തണം. അത് കഴിയുമ്പോഴേക്കും അറിയാം. അത് കഴിഞ്ഞിട്ടും പിന്നെയും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ ഒരു ഐലൻഡ് പോലെ കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തും റിവർ ഒഴുകണുണ്ട്. അപ്പോൾ മിക്കവാറും കുറച്ചും കൂടി നല്ല ഇതുണ്ടാവും. നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കണം ഈ പാലത്തിന് എത്ര കിലോമീറ്റർ നീളം ഉണ്ടെന്നുള്ളത്. ഇതിപ്പോൾ ഉന്തി തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ആകാംക്ഷ വന്നത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. കാരണം കുറേ നേരമായിട്ട് ഞാനും കുട്ടികളും കൂടിയിട്ട് ഈ വഴി ചവിട്ടാൻ വേണ്ടിയും പറ്റൂലല്ലോ, കാറ്റൊക്കെ ഉള്ളതുകൊണ്ടിട്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇതേപോലെ കട്ടിങ്ങുകളൊക്കെ വന്ന് സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഉന്തി നടന്ന് വന്നിരുന്നു. അപ്പം ഞാനും കുട്ടൂസനും കൂടി ഇവിടെ നിൽക്കണപ്പോഴേക്കും ഒരു ചേട്ടനും വണ്ടിയൊക്കെ റോങ് സൈഡ് വളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഹായ് ഈശ്വർ ഓക്കെ രാജമന്ത്രി. केरला से साइकिल नेपाल तक। हाँ ये रास्ता खराब है ना, वो साइकिल जाके गिर जाएगा। हाँ हवा है, थोड़ा आराम से रुक के जाएगा। गोदावरी देखे। हाँ गोदावरी अच्छा है। हाँ നമ്മൾ ഈ പുള്ളിക്കാരനെ കണ്ട് ഈ പുള്ളിക്കാരൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കാണ് ഈ പാലം എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ തൊട്ട് 5 കിലോമീറ്റർ വരെ എന്നാണ് പറയണത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ കാണാറില്ല ട്രെയിൻ പോകും. അതുപോലെ തന്നെ മേളിൽ കൂടി നമുക്ക് रोड ट्रेन दोनों एक ही। मालूम नहीं मैं अभी आएगा। ओके താങ്ക് യു ഫോർ ഇൻഫർമേഷൻ. അങ്ങനെ ഞാനും കുട്ടൂസനും കൂടി വന്ന് ഇപ്പോൾ ഏകദേശം പാലം തീരാറായിട്ടുണ്ട്. ആ എൻഡ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. നേരത്തെ കുറേ നേരമായിട്ട് നമ്മൾ അറ്റം നോക്കിയിട്ട് പാലത്തിൻ്റെ അറ്റം കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും കണ്ടൊരു നല്ലൊരു കാഴ്ച സീനറിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ കണ്ട ആ വലിയൊരു ഭാഗം. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ഐലൻഡ് പോലത്തെ ഒരു ഭാഗമാണിത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് പൈൻ മരങ്ങളാണ്. പൈൻ മരങ്ങളുടെ ഒരു കാട് തന്നെ നടുക്കുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും ഗോദാവരി അപ്പുറത്തൂടി വേറെ ഒരു ചാലും പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. എന്തായാലും കാണാനും അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് പുതിയ കുറേ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്.
അങ്ങനെ നമ്മൾ ഗോദാവരി റിവറിൽ മേളിൽ കൂടിയുള്ള പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന നമുക്കൊരു ബോർഡ്, ഇതിനകത്തുള്ള ടോട്ടൽ ലെങ്ത് എന്നുള്ള 4.1 കിലോമീറ്റർ, അതുപോലെ തന്നെ കുറേ ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം വീതിയും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടൂസൻ ഇപ്പോൾ റോഡിൻ്റെ ആ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട്, ഇതിപ്പോൾ മീഡിയേറ്ററാണ്. മീഡിയേറ്ററിൻ്റെ അവിടെ ആയിട്ട് അവർ വെച്ചേക്കുന്ന ബോർഡ് കണ്ടപ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കിയതും 2015-ലാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചും കൂടി പോയിട്ട് ഇന്ന് എവിടെയെങ്കിലും സ്റ്റേ എടുക്കണം, പമ്പിലോ ധാബയിലോ ഏതെങ്കിലും നോക്കണം. അപ്പോൾ നമ്മൾ വന്നവഴിക്കൊരു കലക്കം കാഴ്ച കണ്ടപ്പോഴേക്കും നിർത്തിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ വയലാണ്. വയലിൻ്റെ അവിടെ ആയിട്ടൊരു വീടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ വീട്ടിലോട്ട് വന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെയുള്ളൊരു വഴിയിലാണ്. അപ്പോൾ ഈ വീട്ടിലൊക്കെ താമസിക്കാൻ നേരത്തൊക്കെ നല്ല രസമായിരിക്കും. ഇപ്പോൾ ഈ ഹൈവേ വന്നുണ്ട്. ഈ ഹൈവേ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തും വയലുകളാണ്. അപ്പോൾ ഫുള്ള് വയലിൻ്റെ നടുക്കുള്ള ഒരു വീട്. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഏകദേശം മഴക്ക് നല്ല ക്ഷാമം ഉണ്ട്. എന്നാലും മഴക്കാർ നല്ലോണം വെച്ച് വന്നിട്ടുണ്ട്. അതിനേലും നമുക്ക് ഏതെങ്കിലും പമ്പോ ധാബയോ എന്തെങ്കിലുമൊക്കെ എത്തിപ്പറഞ്ഞ്. അപ്പോൾ നമ്മുടെ കുട്ടൂസൻ ദേ ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ബൗണ്ടറി ലൈൻ കെട്ടിയേക്കൊണ്ട് കുട്ടൂസൻ അപ്പുറത്ത് വെച്ചിട്ട് ഞാൻ ചാടി ഇപ്പുറത്തോട്ട് വന്നാണ്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടെന്ന് വെച്ചാൽ ഹൈവേ ആണ് ഇത്. അപ്പോൾ ഇവിടെ കണ്ടൊരു പമ്പാണ്, ഇന്ത്യൻ ഓയിൽ പമ്പിൽ കണ്ടപ്പോഴേക്കും ഞാൻ കയറി വന്ന് ഈ ചേട്ടനോടാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച കാര്യം മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിച്ചപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ടെൻ്റ് എവിടെ ആണെങ്കിലും അടിച്ചോ, പക്ഷേ ഇവിടെ മഴ കൊള്ളാത്ത സ്ഥലമൊന്നുമില്ല. അപ്പോൾ ആദ്യം അവിടെയാണ് ടെൻ്റ് അടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ ചേട്ടൻ തന്നെ എന്നെ വിളിച്ചിട്ട് വന്നിട്ട് ഈ ഫ്രീ എയറിൻ്റെ ഇവിടെ എന്തായാലും ടെൻ്റ് അടിച്ചു, ഇത് നല്ലതാണ്, പേരൊന്നും അടിക്കാറൊന്നുമില്ല. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കണമെങ്കിൽ മഴയൊന്നും അധികം കൊള്ളൂല, ഇവിടെ ഇങ്ങനെ ഷെൽട്ടർ പോലെ ഉണ്ട്. അപ്പോൾ നീ ഇവിടെ നിന്നോന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. നീ कैलाश श्रीराम ओ विलेज का नहीं और टाउन का नहीं മല്ലേപ്പള്ളി. അപ്പോൾ നമ്മളിന്ന് എന്തായാലും എത്തിപ്പെട്ട നല്ല ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു. അങ്ങനെ നമ്മൾ കുട്ടൂസൻ ഇന്ന് ഇവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ടെൻ്റ് അടിക്കാൻ വേണ്ടി പോണത്. എന്തായാലും ഇന്ന് ഞാൻ ഇതിനു മുമ്പ് നോക്കിയ പമ്പൊക്കെ എല്ലാം ഇങ്ങനെ മോശമായിട്ട് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് പമ്പ് കാണാതെ എത്തിപ്പെട്ട ഒരു പമ്പാണിത്. എന്തായാലും നല്ലൊരു പമ്പ് തന്നെയാണ് എത്തിയത്. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ എത്തിപ്പെടാൻ വേണ്ടി പറ്റി. ഇനി ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊൽക്കത്തയിലേക്ക്. അങ്ങനെ നമ്മളിവിടെ ടെൻ്റ് അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒരു ടെൻ്റ് അടിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം തന്നെ ഇത്. കറക്റ്റ് ടെൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്യാപ്പൊക്കെ തീർന്ന് നമുക്കാണെങ്കിൽ ഇരിക്കാനായിട്ട് ഇവിടെ ഒരു ഇരിക്കണ ഒരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി മഴയില്ലെങ്കിൽ ഇവിടെ നിന്നിട്ടൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ രാത്രി ആരെങ്കിലുമൊക്കെ എയർ അടിക്കാനായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് എഴുന്നേൽപ്പിക്കുമെന്നാണ് അറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ ആരും എയർ അടിക്കാനാണ് ഇപ്പോൾ നിർത്തി വെച്ചേക്കാനാണെന്നാണ് പമ്പിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ ലോറിക്കാരൊക്കെ രാത്രി ആകുമ്പോൾ വന്നിട്ട് എയർ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ടെൻറ്റും കൂടി കാണുമ്പോഴാണെങ്കിൽ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമാണ് ഇതുപോലെയൊക്കെയുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ എത്തി ഓരോ ആൾക്കാരെ പരിചയപ്പെടാൻ നേരത്തും. അപ്പോൾ എൻ്റെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. ഇതിനകത്തുള്ള ചെറിയ തെറ്റുകളും കുറവുകളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചുകൊണ്ടിട്ട് നമ്മുടെ യാത്രേനെ ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് വളരെ ഉപകാരം തന്നെയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ സൈക്ലിങ്ങിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണതും, അതുകൊണ്ട് ഉള്ള കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വഴിയെ നമ്മളതെല്ലാം ശരിയാക്കിയിട്ട് നല്ല കുറേ വീഡിയോകൾ തന്നെ ആയിരിക്കുള്ളൂ ഇനി വരുന്നത്. യാത്രയിലെ എൻ്റെ അനുഭവവും അതുപോലെ തന്നെ യാത്രയിലെ നല്ല കുറേ കാഴ്ചകളും അതോടൊപ്പം തന്നെ യാത്രയിലെ അറിവുകളും പകർന്നുകൊണ്ടുള്ള വീഡിയോകൾ തന്നെ ആയിരിക്കുള്ളൂ ഇനി വരുന്നത്.